ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കുട്ടികളെ, സുഖമാണോ എല്ലാവർക്കും? എല്ലാവരും എന്തെടുക്കുക? ക്ലാസ്സിന് വേണ്ടി തയ്യാറായിട്ട് പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ? നമുക്ക് ആദ്യം ഒന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ആരംഭിക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി കണ്ണടച്ച് പിടിച്ച് നിൽക്കണേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും ഓരോ നിമിഷവും ഒരാപത്തുകളും കൂടാതെ വഴി നടത്തുന്ന വലിയ കൃപയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നല്ല ഈശോയെ, പുതിയ പാഠഭാഗം പഠിക്കാനായി ഞങ്ങളെ അനുവദിച്ച വലിയ കൃപയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നല്ല ഈശോയെ, പഠിക്കാൻ പോകുന്ന പാഠഭാഗങ്ങൾ ശരിയായ രീതിയിൽ ഗ്രഹിക്കുന്നതിന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഇരുന്നോളൂ കേട്ടോ. നമ്മൾ എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 10 പ്രമാണങ്ങളെക്കുറിച്ച് ഇതുവരെയുള്ള പാഠഭാഗങ്ങളിലൂടെ കടന്നു വന്നപ്പോഴേക്കും 10 പ്രമാണങ്ങളെക്കുറിച്ച് ശരിയായ രീതിയിൽ പഠിച്ചു കഴിഞ്ഞു ഇല്ലേ? 10 പ്രമാണങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ 11 പാഠം പഠിച്ച് 10 പ്രമാണങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പം ആദ്യം പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നുപോയോ? എല്ലാവരും മറന്നുപോയിട്ടില്ല അല്ലേ? ഇടയ്ക്കൊക്കെ എടുത്ത് വായിക്കണം കേട്ടോ. കഴിഞ്ഞ ആഴ്ച ടീച്ചർ പറഞ്ഞായിരുന്നു 10 പ്രമാണങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ പാഠപുസ്തകത്തിലുണ്ട് മൂലപാപങ്ങളും അവയ്ക്കെതിരായ പുണ്യങ്ങളും. അത് നോട്ട്ബുക്കിലേക്ക് എഴുതണമെന്നും മറന്നുപോയെങ്കിൽ അത് ഒന്നുകൂടെ പഠിക്കണമെന്നും ഒക്കെ പറഞ്ഞായിരുന്നു. ചെയ്തോ? എല്ലാവരും ചെയ്തു അല്ലേ? മിടുക്കരാണ് കേട്ടോ. അതെ, അപ്പോൾ ഒന്നാമത്തെ പാഠത്തിൽ ടീച്ചർ ഒന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിച്ചത്? ഒന്നാമത്തെ പാഠത്തിൽ എന്തിനെ കുറിച്ചാ? നമ്മൾ പ്രമാണങ്ങളെ കുറിച്ച് പഠിച്ചു തുടങ്ങിയായിരുന്നു ഒന്നാമത്തെ പാഠത്തിൽ അല്ലേ? അപ്പോൾ ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചു വന്നപ്പോൾ പഠിച്ചായിരുന്നു മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ നമ്മളൊരു കാര്യം കണ്ടായിരുന്നു. എന്താണ്? ഒരു നിയമ പണ്ഡിതൻ ഈശോയുടെ അടുത്ത് വന്ന് ഈശോയെ പരീക്ഷിക്കാനായിട്ട് ഈശോയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ്? ഗുരു, നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന എന്താണ്? ഓർക്കുന്നുണ്ടോ അത്? അപ്പൊ എന്താ ഈശോ ആ നിയമ പണ്ഡിതനോട് മറുപടി പറഞ്ഞത്? നമ്മൾ അന്ന് പറഞ്ഞായിരുന്നു, മറന്നു പോയിട്ടില്ലെങ്കിൽ ഓർക്കണം. എന്താണ്? എന്താ പറഞ്ഞത്? നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക. ഇതാണ് പ്രധാനവും പ്രഥമവുമായ കൽപ്പന. രണ്ടാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 34-40 വാക്യങ്ങളിൽ നമ്മൾ കാണുവാണ്. എന്താ ഈശോ പറഞ്ഞതിൽ നിന്ന് നമ്മൾ അന്ന് പഠിച്ചത്? എന്താ പ്രധാനപ്പെട്ട കൽപ്പനയെന്നാ നമ്മൾ മനസ്സിലാക്കിയത്? എന്താണ്? ദൈവത്തെ സ്നേഹിക്കണം, അതുപോലെ തന്നെ സഹോദരങ്ങളെ സ്നേഹിക്കണം. അതല്ലേ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചത്? ദൈവത്തെ സ്നേഹിക്കണം, അതുപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങളെയും നമ്മൾ പൂർണ്ണ മനസ്സോടുകൂടി സ്നേഹിക്കണം. അപ്പൊ നമ്മൾ ഈ 10 കൽപ്പനകൾ 11 പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു. 10 കൽപ്പനകളെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കുവാണ് എല്ലാ കൽപ്പനകളുടെയും കാതൽ, ദൈവകൽപ്പനകളുടെ കാതൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യമാണ്. എല്ലാം അടിസ്ഥാനമായിരിക്കുന്നത്, എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായിരിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്. എന്താണ് ആ കാര്യം? എന്താണ്? സ്നേഹം അല്ലേ? ദൈവകൽപ്പനകളുടെ അടിസ്ഥാനം എന്താണ്? സ്നേഹമാണ്. നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. എന്തൊക്കെ സ്നേഹമാണ് ദൈവകൽപ്പനകളുടെ അടിസ്ഥാനം? സ്നേഹമാണെന്ന് നമ്മൾ പറഞ്ഞു. എന്തൊക്കെ സ്നേഹമാണ്? 2 തരത്തിലുള്ള സ്നേഹം അല്ലേ? ഒന്നാമത്തേത് ദൈവസ്നേഹം. ആദ്യത്തെ 3 പ്രമാണങ്ങൾ പഠിച്ചപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചാണ് പഠിച്ചത്. ആദ്യത്തെ 3 പ്രമാണങ്ങളിൽ നമ്മൾ ദൈവസ്നേഹത്തെ കുറിച്ച് പഠിച്ചു. ബാക്കിയുള്ള 7 പ്രമാണങ്ങളിലോ സഹോദര സ്നേഹത്തെ കുറിച്ച്. അപ്പൊ പറഞ്ഞേ, എന്തൊക്കെയാ സ്നേഹത്തിന്റെ അടിസ്ഥാനം? സ്നേഹം എന്ന് നമ്മൾ പറയുമ്പോൾ അതിന്റെ അടിസ്ഥാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട 2 സ്നേഹങ്ങൾ ഏതൊക്കെയാ? ദൈവസ്നേഹവും സഹോദര സ്നേഹവും. ഇനി മക്കൾ പറഞ്ഞേ, ഇതിൽ ഏതെങ്കിലും ഒരു സ്നേഹം മാത്രം മതിയോ ജീവിതത്തിൽ? അങ്ങനെയാണെങ്കിൽ നമ്മൾ നല്ല ആളുകളാന്ന് പറയാൻ പറ്റുമോ? നല്ല മക്കളാന്ന് പറയാൻ പറ്റുമോ? ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, ദൈവത്തെ വളരെയേറെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ സഹോദരങ്ങളെ ഒന്നും അത്രയ്ക്ക് സ്നേഹിക്കുന്നൊന്നുമില്ല, അവരോടൊന്നും അത്ര താല്പര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ നല്ല ആളുകളാന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ, ഇല്ലല്ലേ? ദൈവസ്നേഹം എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. പിന്നെ എന്തു ചെയ്യണം? ദൈവസ്നേഹം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എന്ത്? നമ്മുടെ കാണപ്പെടുന്ന, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സഹോദരങ്ങളോടുള്ള സ്നേഹവും. അത് ഈശോ സുവിശേഷത്തിൽ പലയിടത്തും നമുക്കത് പറഞ്ഞു തരുന്നുണ്ട് അല്ലേ? അത് മാത്രമല്ല, ഇതൊന്നുമല്ലാതെ പരസ്യജീവിത കാലഘട്ടത്തിൽ ഈശോ ഇത് തന്നെയാണ് പഠിപ്പിച്ചത്. എന്താ പഠിപ്പിച്ചത്? ദൈവകൽപ്പനകളെ കുറിച്ച്. പിതാവായ ദൈവം മോശ വഴി നൽകിയ കൽപ്പനകളെല്ലാം നമ്മളത് പഠിക്കാൻ വേണ്ടി മാത്രമല്ല, എന്തിനു വേണ്ടി കൂടിയാ? അനുസരിക്കാൻ വേണ്ടി കൂടിയാണ് അല്ലേ? അങ്ങനെയാണ് ഈശോ പഠിപ്പിച്ചത്. ഈ പരസ്യജീവിതത്തിന്റെ എല്ലാം അവസാനത്തിൽ ഈശോയുടെ കുരിശുമരണത്തിന് തൊട്ട് മുൻപ് എന്ത് ചെയ്തു? ഈശോ അന്ത്യത്താഴ സമയത്ത്, ഈശോ ശിഷ്യന്മാരും കൂടി ഒരുമിച്ചായിരുന്ന സമയത്ത് ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി അല്ലേ? പാദങ്ങൾ കഴുകി അവർക്ക് അപ്പം മുറിച്ച് നൽകി. അപ്പോൾ ഈശോ അവർക്കൊരു പുതിയ കൽപ്പന നൽകി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൽപ്പന. ആ പുതിയ കൽപ്പന അതാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത് അല്ലേ? ശ്രേഷ്ഠമായ കൽപ്പന. എന്ത് കൽപ്പനയാണ് അന്ത്യത്താഴ സമയത്ത് ഈശോ ശിഷ്യന്മാർക്ക് നൽകിയത്? അല്ലെങ്കിൽ ഈശോ എന്താ ശിഷ്യന്മാരോട് പറഞ്ഞത് എന്ന് നമുക്കൊരു വീഡിയോ കണ്ടിട്ട് വരാം. നോക്കിക്കേ നിങ്ങൾ ഇങ്ങോട്ട്.
അപ്പോൾ അത്താഴത്തിന്റെ സമയമായിരുന്നു. യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ ശീമോന്റെ മകനായ യൂദ ഇസ്കരിയോത്തിനെ നേരത്തെ തന്നെ പിശാച് ഹൃദയത്തിൽ പ്രേരണ ചെലുത്തിയിരുന്നു. പിതാവ് സകല കാര്യങ്ങളും തന്റെ അധികാരത്തിൽ തന്നിരിക്കുന്നെന്നും താൻ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്ന് പിതാവിന്റെ അടുത്തേക്ക് തന്നെ മടങ്ങുകയാണെന്നും യേശു അറിഞ്ഞിരുന്നു. യേശു ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റ് പുറങ്കുപ്പായം ഊരി മാറ്റിയിട്ട് ഒരു തുവാല അവിടുത്തെ അരയിൽ ചുറ്റി. പിന്നീട് ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന തുവാല കൊണ്ട് തുവർത്താനും തുടങ്ങി. ശീമോൻ പത്രോസിന്റെ അടുത്തെത്തിയപ്പോൾ അയാൾ, കർത്താവേ, എന്റെ പാദങ്ങൾ അങ്ങ് കഴുകുന്നുവോ എന്ന് ചോദിച്ചു. യേശു ഉത്തരം പറഞ്ഞു, ഞാൻ ചെയ്യുന്നതിന്റെ സാരം ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാൽ പിന്നീട് ഗ്രഹിക്കും. അരുത് കർത്താവേ, അങ്ങൊരിക്കലും എന്റെ പാദങ്ങൾ കഴുകാൻ പാടില്ല, പത്രോസ് പറഞ്ഞു. ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്കെന്നോട് കൂടെ പങ്കില്ല, യേശു ഉത്തരം പറഞ്ഞു. അപ്പോൾ ശീമോൻ പത്രോസ്, അങ്ങനെയെങ്കിൽ കർത്താവേ, എന്റെ പാദങ്ങൾ മാത്രമല്ല കൈകളും തലയും കൂടെ കഴുകിയാലും എന്ന് പറഞ്ഞു. അതിന് യേശു, കുളിച്ചിരിക്കുന്നവന് പാദങ്ങൾ മാത്രം കഴുകിയാൽ മതി, അവന്റെ ശേഷം ശരീരം ശുദ്ധമാണ്. നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്, എന്നാൽ എല്ലാവരും അല്ലതാനും. തന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നത് ആരെന്നറിഞ്ഞിരുന്നത് കൊണ്ടാണ് എല്ലാവരും ശുദ്ധരല്ല എന്ന് യേശു പറഞ്ഞത്. അവരുടെ പാദങ്ങൾ കഴുകി തീർന്ന ശേഷം പുറംകുപ്പായം ധരിച്ച് വീണ്ടും അദ്ദേഹം സ്വസ്ഥാനത്ത് ഉപവിഷ്ടനായി. ഞാൻ നിങ്ങൾക്ക് ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? യേശു ചോദിച്ചു. നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. അത് ശരി തന്നെ, കാരണം ഞാൻ ഗുരുവും കർത്താവും തന്നെ. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകേണ്ടതാണ്. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക കാണിച്ചു തന്നിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല, ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനുമല്ല. ഈ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അതനുസരിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങൾ അനുഗ്രഹീതരായിരിക്കും. ഞാൻ ഇനി പറയുന്നത് നിങ്ങളെ എല്ലാവരെയും കുറിച്ചല്ല. തെരഞ്ഞെടുത്തവരെ എനിക്കറിയാം. എന്നാൽ എന്നോടുകൂടെ അപ്പം പങ്കിടുന്നവൻ എനിക്ക് നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു എന്നുള്ള തിരുവെഴുത്ത് നിറവേറേണ്ടതാണ്. ഇപ്പോൾ തന്നെ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുൻപേ തന്നെ ഞാനിത് നിങ്ങളോട് പറയുന്നത് അത് സംഭവിക്കുമ്പോൾ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനാണ്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ അയക്കുന്നവനെ സ്വീകരിക്കുന്നയാൾ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നയാൾ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് യേശു ആത്മാവിൽ അതിദുഃഖത്തോടെ ഇങ്ങനെ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. യേശു ഇത് ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് അറിയാതെ ശിഷ്യന്മാർ പരിഭ്രമിച്ച് പരസ്പരം നോക്കി. യേശു സ്നേഹിച്ച ഒരു ശിഷ്യൻ അവിടുത്തെ മാറോട് ചേർന്നിരിക്കുകയായിരുന്നു. ആരെ ഉദ്ദേശിച്ചാണ് ഈ പറഞ്ഞത് എന്ന് ചോദിക്കാൻ ശീമോൻ പത്രോസ് ആ ശിഷ്യനോട് ആംഗ്യഭാഷയിൽ പറഞ്ഞു. അയാൾ യേശുവിന്റെ മാറിൽ ചാരിക്കൊണ്ട്, കർത്താവേ, ആരാണത് എന്ന് ചോദിച്ചു. അതിനുത്തരമായി, ഈ അപ്പക്കഷ്ണം മുക്കി ഞാൻ ആർക്കു നൽകുന്നോ അയാൾ തന്നെ, യേശു പറഞ്ഞു. പിന്നീട് അദ്ദേഹം അപ്പം മുക്കി ശീമോന്റെ മകനായ യൂദ ഇസ്കരിയോത്തോന് കൊടുത്തു. യേശുവിൽ നിന്ന് അപ്പം വാങ്ങി ഭക്ഷിച്ചു. അതിനുശേഷം സാത്താൻ അയാളിൽ പ്രവേശിച്ചു. നീ ചെയ്യാനിരിക്കുന്നത് വേഗത്തിൽ തന്നെ ചെയ്യുക, യേശു അവനോട് പറഞ്ഞു. യേശു ഇത് പറഞ്ഞത് എന്തിനെക്കുറിച്ചെന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവരിൽ ആർക്കും തന്നെ മനസ്സിലായില്ല. യൂദായ്ക്ക് പണത്തിന്റെ ചുമതല ഉണ്ടായിരുന്നതുകൊണ്ട് യേശു അയാളോട് പെരുന്നാളിന് വേണ്ടുന്ന വല്ലതും വാങ്ങണമെന്നോ സാധുക്കൾക്ക് വല്ലതും കൊടുക്കണമെന്നോ പറയുകയായിരിക്കും എന്ന് ചിലർ ചിന്തിച്ചു. അപ്പം വാങ്ങി ഭക്ഷിച്ച ഉടനെ തന്നെ യൂദ പുറത്തുപോയി. അപ്പോൾ രാത്രിയായിരുന്നു. യൂദ പോയി കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു,
ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവവും പുത്രനിൽ മഹത്വീകരിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം പുത്രനിൽ മഹത്വപ്പെട്ടിരിക്കുന്നെങ്കിൽ അവിടുന്ന് പുത്രനെ തന്നിൽ തന്നെ മഹത്വപ്പെടുത്തും. അതെ, ഉടനെ തന്നെ അവനെ മഹത്വപ്പെടുത്തും. എന്റെ കുഞ്ഞുങ്ങളെ, ഇനി ഞാൻ അല്പസമയം കൂടി മാത്രമേ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയുള്ളൂ. നിങ്ങൾ എന്നെ അന്വേഷിക്കും. ഞാൻ പോകുന്നിടത്ത് നിങ്ങൾക്ക് വന്നെത്താൻ സാധ്യവുമല്ല എന്ന് യഹൂദരോട് പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങളോടും പറയുന്നു. നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്നുള്ള ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടായിരിക്കണം. അതിലൂടെയാണ് നിങ്ങൾ എന്റെ ശിഷ്യർ എന്ന് എല്ലാവരും അറിയുന്നത്. കർത്താവേ, അങ്ങ് എവിടേക്കാണ് പോകുന്നത് എന്ന് ശീമോൻ പത്രോസ് ചോദിച്ചു. യേശു മറുപടി നൽകി, ഞാൻ പോകുന്നിടത്തേക്ക് എന്നെ അനുഗമിക്കാൻ ഇപ്പോൾ നിനക്ക് സാധ്യമല്ല, എന്നാൽ പിന്നീട് നീ എന്നെ അനുഗമിക്കും. കർത്താവേ, എന്തുകൊണ്ടാണ് ഇപ്പോൾ തന്നെ എനിക്ക് അങ്ങയെ അനുഗമിക്കാൻ സാധിക്കാത്തത്? പത്രോസ് ചോദിച്ചു. അങ്ങയ്ക്ക് വേണ്ടി മരിക്കാനും ഞാൻ ഒരുക്കമാണ്, പത്രോസ് പറഞ്ഞു. അതിന് മറുപടിയായി യേശു, നീ എനിക്ക് വേണ്ടി മരിക്കുമെന്നോ? സത്യം സത്യമായി ഞാൻ നിന്നോട് പറയട്ടെ, കോഴി കൂവുന്നതിന് മുൻപ് നീ 3 പ്രാവശ്യം എന്നെ തിരസ്കരിക്കും. കണ്ടോ നിങ്ങൾ വീഡിയോ? എന്താ വീഡിയോയിലൂടെ കണ്ടത്? എന്താ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. യോഹന്നാൻ 13:35. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. അതായത് എങ്ങനെ സ്നേഹിക്കണമെന്നാണ് ഈശോ പറഞ്ഞത്? പരസ്പരം സ്നേഹിക്കണം. അതായത് സഹോദരങ്ങളെ സ്നേഹിക്കണം. അതുപോലെ തന്നെ ആരെയും സ്നേഹിക്കണം. ആരെ സ്നേഹിക്കണം? സഹോദരങ്ങളെ മാത്രം സ്നേഹിച്ചാൽ പോരാ. പിന്നെ ആരെ സ്നേഹിക്കണം? ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കണം, അതുപോലെ തന്നെ സഹോദരങ്ങളെയും സ്നേഹിക്കണം എന്നാണ് ഈശോ പറഞ്ഞത്, അല്ലേ? അപ്പൊ ഈശോ ശിഷ്യന്മാർക്ക് അന്ത്യത്താഴ സമയത്ത് ഈശോ ശിഷ്യന്മാർക്ക് നൽകിയ പുതിയ കൽപ്പന, അത് എന്തായിരുന്നു? ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന. നമ്മൾ പഠിച്ച ദൈവം നൽകിയ 10 കൽപ്പനകളുടെ എല്ലാം അടിസ്ഥാനമായ ഏറ്റവും പുതിയ കൽപ്പന, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന, അല്ലെങ്കിൽ എല്ലാ കൽപ്പനകളുടെയും അടിസ്ഥാനം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കൽപ്പന, അതെന്തായിരുന്നു? സ്നേഹം, അല്ലേ? സ്നേഹം. ഈ സ്നേഹം എന്ന ഒറ്റ വാക്കിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. സ്നേഹം എന്ന ഒറ്റ വാക്കിൽ എല്ലാം അടങ്ങിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? സ്നേഹം എന്ന് പറയുമ്പോൾ അതിൽ തന്നെ 2 കാര്യങ്ങൾ, ദൈവസ്നേഹവും സഹോദര സ്നേഹവും. ഇനി നമ്മൾ അതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് നോക്കാം ദൈവസ്നേഹം. നമ്മൾ മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന പാഠം പഠിച്ചായിരുന്നു. മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കണം, ബഹുമാനിക്കണം, അവരോട് എപ്പോഴും വിധേയത്വമുള്ളവരായിരിക്കണം നമ്മൾ, അല്ലേ? അത് നമ്മുടെ കടമയാണ്. ശരിയല്ലേ? അങ്ങനെയല്ലേ നമ്മളന്ന് പഠിച്ചത്? എന്തുകൊണ്ടാണ് അത് നമ്മുടെ കടമയായി മാറിയത്? എന്തുകൊണ്ടാ? മാതാപിതാക്കളാണ് നമുക്ക് ജന്മം നൽകിയത്. നമ്മളെ ഓരോ നിമിഷവും നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തന്ന് നമ്മളെ വേണ്ട പോലെ വളർത്തി വലുതാക്കുന്ന അവരാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ സ്നേഹിക്കേണ്ടത്, അല്ലെങ്കിൽ അവരോട് വിധേയത്വം പുലർത്തേണ്ടത് നമ്മുടെ കടമയാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്നേഹം ലഭിക്കാനുള്ള അവകാശം, അല്ലെങ്കിൽ സ്നേഹവും ബഹുമാനവും ഒക്കെ ലഭിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? മാതാപിതാക്കൾക്കുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു ദൈവത്തിന്റെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. നമ്മളെ സൃഷ്ടിച്ച്, നമ്മൾ പറഞ്ഞിട്ടാണോ നമ്മുടെ ദൈവം സൃഷ്ടിച്ചത്, ഈ ഭൂമിയിലേക്ക് അയച്ചത്? ആരെങ്കിലും നമ്മൾ ദൈവത്തോട് പറഞ്ഞിട്ടാണോ? അല്ലല്ലോ, അല്ല. അപ്പൊ ദൈവം നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ജന്മം നൽകി നമ്മളെ ഇങ്ങനെ ഭൂമിയിലേക്ക് അയച്ച് നമ്മളെ ഓരോരുത്തരും ഓരോ നിമിഷവും കാത്തു പരിപാലിച്ച് കൊണ്ടു നടക്കുവാണ്, അല്ലേ? ഒരാപത്തുകളും കൂടാതെ നമ്മളെ കാത്തു പരിപാലിച്ച് ദൈവം കൊണ്ടു നടക്കുകയാണ്. അപ്പൊ ആ ദൈവത്തെ, അങ്ങനെയുള്ള നമ്മളെ കാത്തു പരിപാലിക്കുന്ന ദൈവത്തെ ആരാധിക്കേണ്ടത്, ആ ദൈവത്തെ സ്നേഹിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ശരിയല്ലേ? ശരിയാണല്ലേ? ശരിയാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്നേഹവും ബഹുമാനവും സ്വീകരിക്കാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ സ്നേഹവും ബഹുമാനവും ഒക്കെ സ്വന്തമാക്കാനുള്ള അവകാശം ആർക്കുണ്ട്? ദൈവത്തിനുണ്ട്, അല്ലേ? ദൈവം എങ്ങനെയാ നമ്മളെ സൃഷ്ടിച്ചേ? സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ നിന്നാണ്, അല്ലേ? സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ നിന്ന് ദൈവം സൃഷ്ടിച്ച മനുഷ്യർ എങ്ങനെയുള്ളവരായിരിക്കണമെന്നാ ദൈവം ആഗ്രഹിക്കുന്നേ? എങ്ങനെയുള്ളവരായിരിക്കണം? സ്നേഹം പ്രകടിപ്പിക്കുന്നവരായിരിക്കണം, അല്ലെങ്കിൽ സ്നേഹം നിറഞ്ഞവരായിരിക്കണമെന്നാ ദൈവം ആഗ്രഹിക്കുന്നത്, അല്ലേ? ഈശോ നമ്മളെ എങ്ങനെയാ പഠിപ്പിക്കുന്നത്? എങ്ങനെ ദൈവത്തെ സ്നേഹിക്കണമെന്നാ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്? ഇതും മുൻപുള്ള പാഠഭാഗങ്ങളിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. എങ്ങനെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കണമെന്നാ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്? ആബാ പിതാവേ എന്ന് വിളിച്ച് എപ്പോഴും ദൈവത്തിന്റെ അടുത്ത്
സ്വാതന്ത്ര്യത്തോടു കൂടി സ്വന്തം നമ്മുടെ പിതാവിനോട്, നമ്മുടെ വീട്ടിലെ പപ്പായോട് നമ്മൾ എത്രമാത്രം സ്വാതന്ത്ര്യം കാണിക്കുന്നുണ്ടോ ആ സ്വാതന്ത്ര്യത്തോടു കൂടി പൂർണ്ണ മനസ്സോടുകൂടി പിതാവേ എന്ന് വിളിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരായി തീരണം നമ്മൾ ഓരോരുത്തരും. അങ്ങനെ നമ്മൾ സ്നേഹിക്കണം ദൈവത്തെ എന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഈശോ അതാണ് നമ്മളെ പഠിപ്പിച്ചതും, അല്ലേ? അതെ, നമ്മൾ ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തെ സ്നേഹിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. ദൈവത്തോടുള്ള സ്നേഹം പ്രകടമാക്കാനുള്ള കുറച്ച് മാർഗങ്ങളുണ്ട്. എങ്ങനെയാ ദൈവത്തോടുള്ള സ്നേഹം നമ്മൾ പ്രകടമാക്കുന്നതെന്ന്? എങ്ങനെയൊക്കെ ആയിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ദൈവത്തോടുള്ള സ്നേഹം എങ്ങനെയായിരിക്കും നമുക്ക് പ്രകടമാക്കാൻ പറ്റുന്നത്? ഒന്നാമത്തെ കാര്യം ഇതാണ്, ജീവിതത്തിൽ എല്ലാത്തിനേക്കാൾ ഉപരി പ്രഥമ സ്ഥാനം ആർക്ക് കൊടുക്കുക? ദൈവത്തിന് കൊടുക്കുക. നമ്മൾ നേരത്തെ മുൻപുള്ള ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? മറ്റെന്തിനേക്കാൾ ഉപരി, ഈ ലോകത്തിലുള്ള മറ്റെന്തിനേക്കാൾ, പണത്തിനേക്കാളും പദവികൾ, ചില ആളുകളുണ്ട് അല്ലേ, ചില വ്യക്തികൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നവര്, പണത്തിന്, മറ്റ് സുഖ സൗകര്യങ്ങൾക്ക്, ജോലിക്ക്, മറ്റ് സ്ഥാനമാനങ്ങൾക്ക് ഒക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്നവര് അല്ലേ? അതൊന്നുമല്ല, ഏറ്റവും വലിയ പ്രാധാന്യം ആർക്കായിരിക്കണം? ദൈവത്തിനായിരിക്കണം. ദൈവത്തിനപ്പുറം ഒരു ജീവിതത്തിൽ ഒരു വ്യക്തികളോ വസ്തുക്കളോ സ്ഥാനങ്ങളോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. പിന്നെ എന്താണ് രണ്ടാമത്തെ കാര്യം? ദൈവത്തോടുള്ള സ്നേഹം പ്രകടമാക്കാനുള്ള മാർഗങ്ങളാണ് ടീച്ചർ പറയുന്നത്. ഒന്നാമത്തെ എന്താണ്? ഭൂമിയിലുള്ള എല്ലാത്തിനേക്കാൾ ഉപരി വലിയ സ്ഥാനം ആർക്ക് കൊടുക്കുക? ദൈവത്തിന് കൊടുക്കുക. രണ്ടാമത്തേത് എന്താണ്? നമ്മൾ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞ കാര്യം എന്താണ്? ദൈവകൽപ്പനകൾ അതനുസരിക്കുക. പൂർണ്ണ മനസ്സോടുകൂടി, പൂർണ്ണ ഹൃദയത്തോടുകൂടി എന്ത് ചെയ്യണം? ദൈവകൽപ്പനകൾ അനുസരിക്കണം. ദൈവകൽപ്പനകൾ പൂർണ്ണ ഹൃദയത്തോടുകൂടി അനുസരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണമായി ദൈവത്തിന് വിധേയപ്പെട്ട് ജീവിക്കുന്നവരായി തീരാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം, അതല്ലേ? അതെ. മൂന്നാമത്തെ കാര്യം എന്താണ്? ദൈവത്തിന് ആരാധനയും കൃതജ്ഞതയും അർപ്പിക്കുക. നമ്മൾ പറയല്ലേ, ദൈവം നമുക്കൊരു അനുഗ്രഹം തന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? നന്ദിയുള്ളവരായിരിക്കണം. അതുപോലെ നമ്മുടെ ആരാധന സ്വീകരിക്കാൻ ആർക്ക് അവകാശമുണ്ട്? ദൈവത്തിന് അവകാശമുണ്ട്. അത് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞ കാര്യം അല്ലേ? ദൈവം നമ്മളെ ഇങ്ങോട്ട് അയച്ചത്, നമ്മളെ കാത്തു പരിപാലിക്കുന്നത്. അപ്പൊ നമ്മുടെ ആരാധന സ്വീകരിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? ദൈവത്തിനുണ്ട്. അത് തന്നെ. ഇനി എന്താണ്? പരസ്നേഹ പ്രവൃത്തികൾ ചെയ്യുക. എന്താ പരസ്നേഹ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പോൾ പഠിച്ച രണ്ടാമത്തെ കാര്യം തന്നെ, സഹോദരങ്ങളെ സ്നേഹിക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ ഈ രീതിയിലൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ദൈവത്തോടുള്ള സ്നേഹമാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല, ഇല്ലേ? ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എന്ന് വാക്കുകൾ കൊണ്ട് പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. നമ്മൾ പറയുന്നതോടൊപ്പം നമ്മുടെ ജീവിതം കൊണ്ട് ദൈവസ്നേഹം, നമ്മുടെ ഉള്ളിലെ ദൈവസ്നേഹം, നമ്മൾ എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നത് എന്ന് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് നമ്മൾ മാതൃകയായി തീരാനും പരിശ്രമിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ പൂർണ്ണമായിട്ടും ദൈവസ്നേഹത്തിൽ നിലനിൽക്കുന്നവരാണെന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം, സഹോദര സ്നേഹം. സഹോദര സ്നേഹം എന്ന് പറയുമ്പോൾ ടീച്ചർ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ, നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. എന്താണ്? നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങളെ പൂർണ്ണ ഹൃദയത്തോടു കൂടി സ്നേഹിക്കണം, വേണ്ടേ? നമ്മുടെ ഓരോ ക്രൈസ്തവന്റെയും ക്രൈസ്തവ ജീവിതത്തിന്റെ മുഖമുദ്രയാണ് സഹോദര സ്നേഹം എന്ന് പറയുന്നത്. എന്താ ക്രൈസ്തവ ജീവിതത്തിന്റെ മുഖമുദ്ര? എന്താ? സഹോദര സ്നേഹം. കാരണം എന്നാന്നറിയാവോ? കാരണം എന്നാ? സ്നേഹവും കാരുണ്യവും, നമ്മുടെ സ്നേഹവും നമ്മുടെ കാരുണ്യവും ഒക്കെ അർഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാളെ കണ്ടില്ലെന്ന് നടിക്കാൻ ഒരു ക്രൈസ്തവന് ഒരിക്കലും സാധിക്കത്തില്ല. സ്നേഹവും കാരുണ്യവും ഒക്കെ അർഹിക്കുന്ന അല്ലെങ്കിൽ സ്വീകരിക്കേണ്ട ഒരാളുണ്ടെങ്കിൽ അയാളെ പൂർണ്ണമായി അവഗണിക്കാൻ ഒരു ക്രൈസ്തവന് ഒരിക്കലും സാധിക്കുകയില്ല. എന്താ അതിന്റെ കാരണം? ഒരു ക്രൈസ്തവന് സാധിക്കുകയില്ല എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ കാരണം? ക്രൈസ്തവൻ എന്ന് പറഞ്ഞാൽ ആരാ? ക്രിസ്തുവിന്റെ അനുയായികള് അല്ലേ? നമ്മളെല്ലാവരും ഈശോയുടെ സ്നേഹിച്ച് ജീവിക്കുന്നവരാണ്. ഓരോ ദിവസങ്ങളിലും ഈശോയെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവരാ നമ്മൾ. ഓരോ ദിവസങ്ങളിലും ഈശോയെ സ്വീകരിക്കുന്നവരാ നമ്മൾ, അല്ലേ? ഈശോ എന്താ ചെയ്തേ? ഈശോ എന്താ നമുക്ക് കാണിച്ചു തന്നേ? സഹോദരങ്ങളെ എങ്ങനെ സ്നേഹിക്കണമെന്നാ? ഈശോ എങ്ങനെയാ സഹോദരങ്ങളെ സ്നേഹിച്ചത്? എങ്ങനെയാ സ്നേഹിച്ചേ? സ്വന്തം ജീവൻ തന്നെ സഹോദരങ്ങൾക്ക് വേണ്ടി മുറിച്ചു നൽകി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി. അങ്ങനെയല്ലേ? അതെ, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി സ്വന്തം ജീവൻ തന്നെ പകുത്ത് നൽകിയാണ് ഈശോ സഹോദര സ്നേഹം എന്താണെന്ന് നമുക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ആ ഈശോയെ സ്വീകരിക്കുന്ന നമ്മൾ എങ്ങനെയായിരിക്കണം? സ്വന്തം ജീവൻ പകുത്ത് നൽകിയില്ലെങ്കിലും എന്ത് ചെയ്യണം? സ്നേഹവും കാരുണ്യവും ഒക്കെ അർഹിക്കുന്ന നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ, നമ്മുടെ സഹോദരങ്ങളെ പൂർണ്ണ ഹൃദയത്തോടു കൂടി സ്നേഹിക്കാൻ നമ്മൾ തയ്യാറാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മളൊരു ക്രിസ്ത്യാനിയാണ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മളൊരു ഈശോയെ സ്വീകരിക്കുന്നവരാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ, അല്ലേ? നമ്മൾ അങ്ങനെ ഒരാളാണെങ്കിൽ മാത്രമേ നമ്മൾ പള്ളിയിൽ പോയിട്ട് ഈശോയുടെ തിരുശരീരവും രക്തവും യോഗ്യതയോടുകൂടി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ശരിയല്ലേ? അതെ, ഈശോയെ പൂർണ്ണ ഹൃദയത്തോടു കൂടി നമുക്ക് സ്വീകരിക്കാൻ പറ്റണമെങ്കിൽ ഈശോയുടെ ജീവിതത്തിൽ ഈശോ നമുക്ക് കാണിച്ചു തന്നത് പലതും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ പരിശ്രമിക്കണം, അല്ലേ?
അതെ, അപ്പോൾ സഹോദര സ്നേഹം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. സഹോദര സ്നേഹം വളരെ പ്രധാനപ്പെട്ടതാന്ന് പറയുമ്പോഴേ ഈ സഹോദര സ്നേഹം നമ്മൾ പ്രകടമാക്കേണ്ടത് പ്രധാനമായിട്ടും എങ്ങനെയൊക്കെ ആയിരിക്കും? കാരുണ്യ പ്രവർത്തികളിലൂടെയാണല്ലേ. കാരുണ്യ പ്രവർത്തികൾ നമുക്ക് ചെയ്തൊക്കെ സഹോദര സ്നേഹം പ്രകടമാക്കാനായിട്ട് പറ്റും. നമ്മൾ എങ്ങനെയാണ് സഹോദരങ്ങളെ സ്നേഹിക്കേണ്ടതെന്ന്, നമ്മുടെ സഹോദരങ്ങളോടുള്ള മനോഭാവം എങ്ങനെയായിരിക്കണമെന്ന് 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്ക് ആ വചനഭാഗം ഒന്ന് വായിക്കാം. 1 യോഹന്നാൻ 4-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. ക്രിസ്തുവിൽ നിന്ന് ഈ കൽപ്പന നമുക്ക് ലഭിച്ചിരിക്കുന്നു: ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമ്മൾ എന്താ ഈ വചനത്തിലൂടെ കണ്ടത്? സഹോദരനെ സ്നേഹിക്കാത്ത ഒരുവന് ഒരിക്കലും എന്ത് സാധിക്കില്ല? ദൈവത്തെ സ്നേഹിക്കാനായിട്ട് സാധിക്കില്ല. അതായത് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പൂർണ്ണ മനസ്സോടുകൂടി പറയുകയും, പൂർണ്ണ മനസ്സോടുകൂടി ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുകയും ദൈവത്തെ സ്നേഹിക്കുകയും പക്ഷെ ചുറ്റുമുള്ള സഹോദരങ്ങളെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരാൾ എങ്ങനെയായിരിക്കും? ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാൻ യോഗ്യതയില്ലാത്ത ഒരാളാണ്, അല്ലേ? അപ്പൊ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടു കൂടി നാം നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങളെയും സ്നേഹിച്ചിരിക്കണം. അതല്ലേ നമ്മൾ വചനത്തിൽ നിന്ന് കണ്ടത്? അതെ അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ സ്നേഹിക്കണം എന്നാ ഇപ്പൊ പറഞ്ഞേ? കാരുണ്യ പ്രവൃത്തികൾ ചെയ്യണം, അല്ലേ? കാരുണ്യ പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും? എന്താ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നേട്ടം? നമ്മുടെ ഈശോ നമുക്ക് കാണിച്ചു തന്ന സഹോദര സ്നേഹം നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് കുറച്ചെങ്കിലും എത്തിക്കാൻ സാധിക്കുന്നത് കാരുണ്യ പ്രവൃത്തികളിലൂടെയാണ്, അല്ലേ? ഈ കാരുണ്യ പ്രവൃത്തികളൊക്കെ നമ്മൾ എപ്പോഴാണ് അഭ്യസിക്കേണ്ടേ? വലുതായി കഴിഞ്ഞിട്ട് കയ്യിൽ പൈസയൊക്കെ ആയി കഴിയുമ്പോൾ, അങ്ങനെയാണോ? അല്ലല്ലോ. പിന്നെയോ കാരുണ്യ പ്രവൃത്തികൾ എപ്പോഴാണ് നമ്മൾ അഭ്യസിക്കേണ്ടേ? ചെറുപ്പം മുതൽ തന്നെ. മക്കളെ ഇപ്പോൾ ആയിരിക്കുന്ന പ്രായം മുതൽ തന്നെ കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യാനായിട്ട് ശീലിക്കണം. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, വലുതായി കഴിഞ്ഞ് ഞാൻ അങ്ങനെ ആവാം, വലുതായി കഴിഞ്ഞിട്ട് ഞാൻ ഈ സ്വഭാവം ശീലിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നടക്കത്തില്ല. ഒരു കാര്യവും വലുതായി കഴിഞ്ഞ് നമ്മൾ ആ സ്വഭാവ രീതി അല്ലെങ്കിൽ നല്ല സ്വഭാവം ശീലമാക്കാം എന്ന് വെച്ചാൽ നടക്കത്തില്ല. ചെറുപ്പത്തിൽ തൊട്ട് നമ്മൾ ശീലിക്കുന്നത് എന്താണോ അതാണ് വലുതായി കഴിയുമ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മുതൽക്കൂട്ടായിട്ടുണ്ടാവുന്നത് അങ്ങനെയുള്ള സ്വഭാവ രീതികളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സഹോദര സ്നേഹം, കാരുണ്യ പ്രവൃത്തികൾ, ഇതൊക്കെ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ, ഇപ്പോൾ മാതാപിതാക്കളും മക്കളും ആയിരിക്കുന്ന അവസ്ഥയിൽ ഇപ്പോൾ കുടുംബത്തിൽ നിന്ന് തന്നെ അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ അഭ്യസിക്കാനായിട്ട് മക്കൾ പരിശ്രമിക്കണം. മാതാപിതാക്കളെ സഹായിച്ചുകൊണ്ടും സഹോദരങ്ങളോട് സ്നേഹപൂർവ്വം പെരുമാറിക്കൊണ്ടും നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, നമ്മുടെ അയൽക്കാരോ നമ്മുടെ കൂട്ടുകാരോ ഒക്കെയുള്ള ആളുകളോടൊക്കെ വളരെ സ്നേഹപൂർവ്വം പെരുമാറിക്കൊണ്ടും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ, നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ എല്ലാം നമുക്ക് സാധിക്കത്തില്ല, കുഞ്ഞുമക്കളല്ലേ, എല്ലാവർക്കും എപ്പോഴും സാധിച്ചില്ലെന്ന് വരും. ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടും ഒക്കെ എന്ത് ചെയ്യണം? സഹോദര സ്നേഹം പ്രകടമാക്കണം. സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ കൂട്ടുകാരെയൊക്കെ സഹായിക്കാനുള്ള അവസരങ്ങളൊക്കെ കിട്ടും, അല്ലേ? കൂട്ടുകാർക്ക് ചിലപ്പോൾ മക്കളെ കൊണ്ടുള്ള ചെറിയ സഹായങ്ങളൊക്കെ വേണ്ടി വരും. അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ അത് ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ പൂർണ്ണ മനസ്സോടുകൂടി സ്നേഹിച്ചുകൊണ്ട്, അവരോട് പ്രത്യേകിച്ച് വഴക്കുകളോ ബഹളങ്ങളോ ഒന്നുമില്ലാതെ എപ്പോഴും അവരെ സ്നേഹിച്ചായിരിക്കാനാണ് എൻ്റെ ഈശോ എന്നെ പഠിപ്പിച്ചത് എന്ന് ചിന്തിക്കണം. അപ്പോൾ വഴക്ക് കൂടാൻ തോന്നത്തില്ല, അല്ലേ? ഇപ്പോൾ വഴക്ക് കൂടേണ്ട സാഹചര്യങ്ങളോ പിണങ്ങേണ്ട സാഹചര്യങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ എന്നാ വിചാരിക്കണം? സഹോദരങ്ങളെ പൂർണ്ണ മനസ്സോടുകൂടി സ്നേഹിക്കാനാണ് എൻ്റെ ഈശോ എന്നെ പഠിപ്പിച്ചത്. ആ ചിന്താഗതിയോടുകൂടി എപ്പോഴും സഹോദരങ്ങളെ സ്നേഹിക്കുന്നവരായിട്ട് മാറാനായിട്ട് മക്കൾ ഓരോരുത്തരും പരിശ്രമിക്കണം. നമ്മൾ ഇത്രയും പഠിച്ച പാഠഭാഗങ്ങൾ നന്നായിട്ട് വായിക്കണം. ഈ ഭാഗത്തിൽ ബാക്കിയുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇപ്പോൾ ഈ പഠിച്ചത്രയും ഭാഗങ്ങളിൽ നിന്ന് നിങ്ങളുടെ പുസ്തകത്തിലെ 2 ചോദ്യങ്ങളുണ്ട്. ആ 2 ചോദ്യങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി അതിൻ്റെ ഉത്തരങ്ങളും നമ്മളിപ്പോൾ പഠിച്ച ഭാഗത്തു നിന്നുള്ളതാണ്, അത് നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കണം. പിന്നെ എന്നാ ചെയ്യണം? പുസ്തകം നന്നായിട്ട് വായിക്കണം. പിന്നെ നമ്മളിപ്പോൾ ഒരു വചനം പഠിച്ചായിരുന്നു. എന്താ വചനം പഠിച്ചത്? ഈശോ പറഞ്ഞ കാര്യമല്ലേ? ഈശോ ശിഷ്യന്മാരോട് എന്താ പറഞ്ഞേ? യോഹന്നാൻ 13:35 എന്താണ്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. അപ്പൊ ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതല്ലേ നമ്മൾ മനസ്സിലാക്കിയത് ഇപ്പോൾ ഈ പാഠഭാഗത്തിലൂടെ? അതെ, ഈശോ സ്നേഹിച്ചതുപോലെ നമ്മൾ സ്നേഹിക്കണം. ഈശോയുടെ സ്നേഹം നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം. അപ്പൊ ഈശോയെ സ്വീകരിക്കുന്ന ഒരു കുട്ടിയാണിത്. ഈശോയുടെ ജീവിത മാതൃക സ്വന്തം ജീവിതത്തിൽ പകർത്തി ഈശോയോടൊപ്പം നടക്കുന്ന കുട്ടിയായതെന്ന് മറ്റുള്ളവർ പറയുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിതം മാറ്റാനായിട്ട് നമ്മൾ തയ്യാറാവണം, വേണ്ടേ? അതെ, നമ്മളെല്ലാവരും അങ്ങനെ ആയിരിക്കണം. ടീച്ചർ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് മിടുക്കരായിട്ട് പുസ്തകമൊക്കെ വായിച്ച് ബാക്കിയുള്ള പാഠഭാഗം പഠിക്കാനായിട്ട് തയ്യാറായിട്ടിരിക്കുക. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ, കൈകൂപ്പി കണ്ണടച്ച് നിൽക്കണം കേട്ടോ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, സ്നേഹത്തിൻ്റെ പുതിയ മാതൃക ഞങ്ങളെ പഠിപ്പിച്ചു തന്ന വലിയ കൃപയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു.
ഞങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ വ്യക്തികളിലും അങ്ങയുടെ സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങയുടെ സ്നേഹം അവരിലേക്ക് എത്തിക്കുവാനായി ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. അപ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നാണ് ടീച്ചർ പറഞ്ഞത്? പാഠപുസ്തകം നന്നായിട്ട് വായിക്കണം. നമ്മൾ പഠിച്ചത്രയും ഭാഗം നന്നായിട്ട് വായിക്കണം. പിന്നെ 2 ചോദ്യമുണ്ട്, അതിൻ്റെ ഉത്തരങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കണം. നന്നായിട്ട് പഠിച്ചിരിക്കണം. പിന്നെ എപ്പോഴും നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീട്ടിലും ജീവിതത്തിലും സ്കൂളിലും കൂട്ടുകാരുടെ ഇടയിലും നമ്മൾ പോകുന്നിടത്തും നമ്മൾ ആയിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നവനായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. മക്കളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.